നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? SHO പ്രതാപചന്ദ്രൻ ഗർഭിണിയായ യുവതിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നലെ പുറത്തു വന്നത് അന്ന് സ്റ്റേഷനിൽ നടന്ന സംഭവത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. CI മർദ്ദിക്കാനുണ്ടായ സാഹചര്യം ഉൾപ്പെടെ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. എന്നാൽ ഒരു സ്ത്രീയെ, പ്രത്യേകിച്ചും ഒരു ഗർഭിണിയെ കരണത്തിനടിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണ്. സംഭവം വിവാദമായതോടെയാണ് SHO പ്രതാപചന്ദ്രനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. എന്നാൽ കടുത്ത നടപടി വേണമെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും പരാതിക്കാരി വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ആക്രമിക്കാൻ ചെല്ലണം എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ എളിയിരിക്കുക. ഒരു വർഷം എനിക്ക് ആക്രമിക്കാൻ പറ്റത്തില്ല. ഞാൻ കരഞ്ഞ് ഉറക്കെ നിലവിളിച്ചല്ലാണ്ട് അവിടെ ഒന്നും ചെയ്തിട്ടെന്നുള്ള തെളിവ് എൻ്റെ കയ്യിലുള്ളപ്പോൾ എനിക്ക് ആരും ഭയക്കേണ്ട കാര്യമില്ല. അവിടെ ചെല്ലിട്ട് തിരിച്ചു പോരുന്നോടം വരെയുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വനിതാ പോലീസുകാരെല്ലാവരും വളരെ മോശമായിട്ടാണ് അയാളുടെ പക്ഷം ചേർന്നിട്ടാണ് നിന്നത്. 2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം ഉണ്ടായിരുന്നു. പിടിച്ചു മാറ്റി, എന്നെ ഉപദ്രവിച്ചപ്പോൾ പിടിച്ചു മാറ്റി കൊണ്ടുപോയതൊക്കെ. നടപടിയിൽ സംതൃപ്തിയാണോ? ഇപ്പോൾ അല്പം ഇനിയും നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകും. ക്രിമിനൽ നടപടി ചട്ടത്തിന്റെയും അതിന്റെ ഉപവകുപ്പുകളുടെയും പ്രത്യേക റൂൾസ് ഓഫ് പ്രാക്ടീസിന്റെയും പരിധിയിൽ നിന്നുകൊണ്ട് പോലീസ് അന്വേഷിച്ചാൽ പോരാ. ഷൈമോൾ ഉറച്ചു പ്രഖ്യാപിക്കുന്നു, മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെടുന്നു. മജിസ്ട്രേറ്റ് നേരിട്ട് പ്രതിക്ക് നോട്ടീസ് അയച്ചു കൊടുത്ത് ഈ സ്വാൺ സ്റ്റേറ്റ്മെന്റുകൾക്കും തെളിവുകൾക്കും അധിഷ്ഠിതമായിക്കൊണ്ട് പ്രതിയായ CI പ്രതാപചന്ദ്രൻ, ഇപ്പോൾ സസ്പെൻഷനിൽ, അദ്ദേഹത്തെ പ്രതിയായി ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ ബഹുമാനപ്പെട്ട അഡീഷണൽ CJM കോടതിയിൽ നടത്തണമെന്നാണ് ഷൈമോൾ ആവശ്യപ്പെടുന്നത്. തുടർ നടപടികൾ ACJM കോടതിയിൽ മുന്നോട്ട് പോകും. അതേസമയം സ്റ്റേറ്റ് വലിയൊരു തുക കോമ്പൻസേഷനായി നൽകാൻ മാത്രം ഉതകുന്ന തെളിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന്റെ നടപടികളുമായിട്ട് ഹൈക്കോടതിയിലും ഷൈമോൾ മുന്നോട്ട് പോകും. അതേസമയം പ്രതാപചന്ദ്രൻ സേനയിലെ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് തെളിയിക്കുന്ന നിരവധി പരാതികളും പുറത്തുവരുന്നുണ്ട്. 2023 തന്നെ പ്രതാപചന്ദ്രൻ മർദ്ദിച്ചുവെന്ന പരാതിയുമായി സ്വിഗ്ഗി ജീവനക്കാരനായ റിനീഷ് രംഗത്തെത്തി. ഉച്ചയ്ക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടൈമായി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് നേരെ അവിടെ കുറേ പേര് ഇരിക്കാറുണ്ട് ആ പാലത്തിൻ്റെ അടിയിലായിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 പേര് വന്നിട്ട് പറഞ്ഞ് ചൂരലുകൊണ്ടാണ് വന്നത്, എന്നെ തട്ടിയിട്ട് എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ്. അപ്പോൾ മനസ്സിലായി ചിലപ്പോൾ പോലീസുകാർ മഫ്തിയിലായിരിക്കും എന്ന് വിചാരിച്ചു. എഴുന്നേറ്റ് എന്താ ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതൊരു വെയിലായി പോന്നിരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് ഈ SHO പ്രതാപചന്ദ്രൻ വന്നെ. അതുകൊണ്ട് പറഞ്ഞു നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ റിനീഷ് എന്ന് പറഞ്ഞു. അപ്പോൾ നിൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ കാക്കനാടാന്ന് പറഞ്ഞു. കാക്കനാടുള്ളവൻ എന്തിനാ എറണാകുളത്ത് തന്നെയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ വരാൻ പാടില്ല എന്നുള്ള കാര്യം, ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം എനിക്കറിയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഹെഡ്സെറ്റ് എടുക്കാൻ പറഞ്ഞു പുറത്തേക്ക്. അപ്പോൾ ഇങ്ങനെ പോക്കറ്റിൽ ഇങ്ങനെ തള്ളിക്കണേ. അപ്പോൾ ഹെഡ്സെറ്റിൻ്റെ കവർ എടുക്കുന്ന സമയത്താണ് ലാത്തിക്ക് തന്നെ അടിച്ചത്. ഞാൻ പറഞ്ഞു ലാത്തി പെട്ട് CA അയാളുടെ ലാത്തി ഒടിഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ സാറേ എന്നെ തല്ലണേന്ന് വെച്ചപ്പോൾ മുഖത്തോട്ട് ഒറ്റടി അടിച്ച്. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വിഷമമുണ്ട്, കാരണം കുറേ പേര് നോക്കുന്നുണ്ട്, സങ്കടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും അടിച്ചു തന്നെ. അപ്പോൾ എന്ത് വൈരാഗ്യമുള്ള രീതിയിലായിരുന്നു തല്ലിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ മുഖത്തിട്ട് തന്നെ നല്ല മുഷ്ടി ചുരുട്ടിയിരുന്നത് ഇടിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് നല്ല വിഷമമുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടമുണ്ട്, നിങ്ങളാണ് ഈ ക്രിമിനലുകൾ ഉണ്ടാക്കണമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും എന്നെ തല്ലി. CI പ്രതാപചന്ദ്രനെതിരെ നേരത്തെയും വകുപ്പ് തല റിപ്പോർട്ട് ഉണ്ടായിരുന്നതായി വിവരമുണ്ട്. പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മോശമാണെന്ന് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ചാണ് റിപ്പോർട്ട് നൽകിയത്. പെരുമാറ്റ രീതിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. 3 സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. വേതന വർധനവ് തടയുക മാത്രമായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതാപചന്ദ്രനെതിരെ ഉണ്ടായ നടപടി. മറ്റ് കർശന നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇന്നലെ വൈകുന്നേരമാണ് ആ ഗർഭിണിയായ യുവതിയെ SHO പ്രതാപചന്ദ്രൻ കരണത്തിനടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അവരുടെ നെഞ്ചിന് തള്ളുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ മുന്നിൽ, അത് തീരെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഒരു അമ്മയെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ രീതിയിൽ അമ്മയ്ക്ക് നേരിടേണ്ടി വന്നത്, ഇതുപോലത്തെ ക്രൂരത നേരിടേണ്ടി വന്നത്. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ
പ്രതാപചന്ദ്രനെ ന്യായീകരിക്കുന്നവർ, ചില പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നമുക്ക് ചില ദൃശ്യങ്ങൾ അയച്ചു തരുന്നു. അതായത് പ്രതാപചന്ദ്രൻ തെറ്റ് ചെയ്തിട്ടില്ല, കൃത്യനിർവഹണം തടസ്സപ്പെട്ടപ്പോൾ ഇടപെട്ടതാണ്, അതായത് ഈ യുവതി വന്നാണ് സ്റ്റേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നൊക്കെ പല രീതിയിലുള്ള ന്യായീകരണങ്ങളുമായി പോലീസിലെ ഉദ്യോഗസ്ഥർ തന്നെ രംഗത്ത് വരുമ്പോൾ പല രീതിയിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പ്രതാപചന്ദ്രനെതിരെ ഇതിനു മുൻപ് 3 തവണ സ്പെഷ്യൽ ബ്രാഞ്ചിന് റിപ്പോർട്ടുണ്ട്. പൊതുജനങ്ങളോട് മോശമായി പെരുമാറുന്ന വ്യക്തി. അതോടൊപ്പം റിനീഷ് എന്ന ചെറുപ്പക്കാരൻ, അയാൾ ഈ പ്രതാപചന്ദ്രൻ നേരിട്ട ക്രൂരമർദ്ദനത്തിന്റെ അനുഭവം പങ്കുവെക്കുന്നു. ഇയാൾക്കെതിരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പരാതിക്കാരി പക്ഷേ കർശന നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. എന്താണ് ഈ പ്രതാപചന്ദ്രനെതിരെ ഉണ്ടാകാൻ പോകുന്നത്? സസ്പെൻഷൻ അപ്പുറം ഒരു കടുത്ത നടപടിക്ക് സാധ്യതയുണ്ട്. ടോമ, നിലവിലെ സാഹചര്യത്തിൽ സസ്പെൻഷൻ അപ്പുറം ഒരു നടപടികളിലേക്ക് പോകാം, അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ഉദ്യോഗസ്ഥരും മറ്റും ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പോലീസുകാർക്ക് അനുകൂലം അല്ലെങ്കിൽ അത് നീതി നിർവഹണത്തിന്റെ ഭാഗമാണ് എന്നതെല്ലാം പറഞ്ഞാലും ശരി, ഒരു സ്ത്രീയെ കരണത്തടിക്കുകയാണോ ഇത്തരം നീതിപാലകർ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം, വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നില്ല. കാരണം ഒരു പരാതിയുമായി വന്നാൽ ആരുമായിക്കൊള്ളണം, ഒരുപക്ഷെ ഒരു കുറ്റവാളി തന്നെ ആയിക്കോട്ടെ, വന്ന് കയറിയ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരു സ്ത്രീയോട്, ഗർഭിണിയായ സ്ത്രീയോട്, അവരുടെ 2 കൈകളിൽ കുഞ്ഞുങ്ങളുണ്ട്, അവർ ഗർഭിണിയാണ് എന്ന് പറയുന്നത്, അവരുടെ കരണത്തടിക്കുക. അതിനു മുൻപ് അവരെ പിടിച്ച് തള്ളുന്ന രംഗം കൂടിയുണ്ട്, മറന്നുകൂടാതെ അവർ തള്ളുന്ന രംഗം കൂടിയുണ്ട്. അവരവിടേക്ക് എത്തുന്നത് അവരുടെ ഭർത്താവിനെ പിടിച്ചുകൊണ്ടുപോയത് അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ്. അവരുടെ പേരിലും ഇവരുടെ പേരിലെല്ലാം പിന്നീട് കുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്റ്റേഷനിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ നടമാടുക? അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നെല്ലാമാണ്. അത്തരം ഖ്യാതികളെല്ലാം ഉണ്ടാകുമ്പോൾ ഇവിടേക്ക് വരുന്നവരെ നേരിടുന്ന രീതിയും ശൈലിയും ഇതാണോ? ഈ രീതിയിലാണോ നീതി നിർവഹണം നടത്തേണ്ടത്? അങ്ങനെ ഒരു അവിടുത്തെ ഒരു SHO തന്നെ പെരുമാറുന്നത് എത്ര കണ്ട അപലപനീയമാണ്. കാരണം ഒരു സ്ത്രീയോട് ഈ രീതിയിലേക്ക് കരണത്തടിച്ചുകൊണ്ട് അവരോട് ചോദിക്കുക. നമ്മൾ ആ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ വല്ലാത്ത രോഷം നമുക്ക് അനുഭവപ്പെടും. കാരണം അത് ഇന്ന് വന്ന കുറച്ചുകൂടി ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ബെഞ്ചോ എന്ന് പറയുന്ന ഇയാളുടെ കാല് പിടിക്കുന്നുണ്ട് സ്റ്റേഷനിൽ നിന്ന്, ഉപദ്രവിക്കലേ എന്ന് പറഞ്ഞ ആ ദൃശ്യങ്ങളുണ്ട്. മറ്റു ദൃശ്യങ്ങളിൽ ഇവരെ പിടിച്ച് പുറന്തള്ളുന്ന, ഇവരെ പുറത്താക്കുന്ന ആ ദൃശ്യങ്ങളടക്കമുണ്ട്. ഇത് ഒരു പൊതുസ്ഥാപനത്തിലാണ്. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടേക്ക് കയറി ചെന്ന് സധൈര്യം തങ്ങളുടെ പരാതികൾ പറയുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇവിടെ അങ്ങനെ ഉണ്ട് എന്ന് ആളുകൾക്ക് ബോധ്യം വരുത്തേണ്ടത്, സമൂഹത്തിന് ബോധ്യം വരുത്തേണ്ടത് അവിടുത്തെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും തന്നെയാണ്. കാരണം അവർക്ക് ജനങ്ങളെ സേവിക്കുക, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് പരാതി കേൾക്കുക, കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുക എന്നതാണ്. നമ്മളെല്ലാവരും പറയും ഇത് കുറ്റവാളികളെന്ന് എപ്പോഴാണ് തീരുമാനിക്കുന്നത്. അതപ്പോൾ ഈ പോലീസുകാർ മുൻകൂട്ടിയുള്ള നിർവചനങ്ങളോടുകൂടി ആളുകളെ നേരിടുക, ഈ രീതിയിൽ സ്ത്രീകളെ അതിക്രമിക്കുക, ഉപദ്രവിക്കുക എന്നെല്ലാം പറയുന്നത്, അതും ഒരു പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഈ രീതിയിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ കർശനമായ നടപടി എടുക്കേണ്ടത് തന്നെയാണ്. കാരണം അതിൽ നിന്ന് പിന്നാക്കം പോകാനായിട്ട് പാടില്ല. അതോടൊപ്പം തന്നെയാണ് പുതിയ പരാതികൾ വരുന്നത്. റിനീഷിന്റെ സംഭവം നമ്മൾ കേട്ടു. ആ റിനീഷിനെ കൈപിടിച്ച് തിരിക്കുന്നു, ഒപ്പം ലാത്തി കടിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ആ മേഖലയിൽ ഈ ലഹരി വിരുദ്ധ സ്ക്വാഡുകളും മറ്റുമുണ്ട്. അപ്പോൾ റിനീഷ് തന്നെ പറയുന്നുണ്ട് അങ്ങനെ വല്ല പരിശോധനയുടെ ഭാഗമായിരിക്കുമെന്ന് തന്നെ കരുതി. ആ യുവാവിന് ആദ്യഘട്ടത്തിൽ പരാതിയില്ല. പക്ഷേ ഇത് മിന്നൽ പ്രതാപൻ എന്നെല്ലാം അറിയപ്പെടുന്നതിന് പകരം ഇയാളെ ഈ കർണത്തടി പ്രതാപൻ എന്നെല്ലാമാണ് വിളിക്കേണ്ടതെന്ന് തോന്നുന്നത്. കാരണം ഇയാളെയും അതേപോലെ തന്നെ ഈ റിനീഷിനെയും ഇതുപോലെ തന്നെ കർണത്തടിക്കുന്നു. ഈ ചോദിച്ചാൽ ഉടനെ നേരിട്ട് നിന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ കർണത്തടിക്കുന്ന രീതിയിലേക്കെല്ലാം എന്നു മുതലാണ് ഈ പോലീസ് സേനയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണം. ഇവരെ ആരെയും കയറൂരി വിട്ടതല്ല എന്നൊരു ഈ കാക്കിയിട്ടവരുടെ കയ്യൂക്കാണ് അവർ പോലീസ് സ്റ്റേഷനുകളിൽ എത്തിക്കാൻ കാണാൻ കഴിയുന്നത്. ഇതൊരു ഓരോ സാധാരണക്കാർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ഒരിക്കലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയാൽ, ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട്, ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഭീകരാന്തരീക്ഷമാണ്. കാരണം ഒരു കൂട്ടം ക്രിമിനൽ സംഘങ്ങളെ പോലെ ഈ നാട്ടിലെ പോലീസുകാർ പെരുമാറുന്നു. ആരാണ് ഇവർക്ക് ഇതിനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നത്? നേരത്തെ കോടതിയുടെ ശക്തമായ ഇടപെടലുണ്ടായിരുന്നു. അതിനുശേഷം DGP ഉത്തരവിറക്കിയതാണ് സാധാരണക്കാരോട് എങ്ങനെ പെരുമാറണം എന്ന്, എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്ന കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നതാണ്. പക്ഷേ പിന്നീട്
പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി വന്നു. ഇപ്പോൾ അതിന്റെ പ്രവർത്തനം പോലും പൂർണ്ണമായി ഒരു മരവിച്ച അവസ്ഥയാണ്. കാരണം പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പരാതി നൽകിയാൽ പോലും റിനീഷിന്റെ അനുഭവം പറഞ്ഞു. കാരണം നിരവധി തവണ പരാതി നൽകി, നിരവധി തവണ സിറ്റിങ്ങിനായി അവിടെ ചെന്നു, പക്ഷെ കേസ് പോലും പരിഗണിച്ചില്ല. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ നീതി കിട്ടാത്തൊരു സാഹചര്യം, അതല്ലേ യാഥാർത്ഥ്യം ഡാനി? അത് തന്നെയാണ് ഇന്ന് റിനീഷ് പറഞ്ഞതിൽ അവസാനിപ്പിക്കുമ്പോൾ ഒരു വരി കൂടിയുണ്ട്. ആരുടെ കയ്യിൽ നിന്നെങ്കിലും 2 എണ്ണം കൊള്ളുമ്പോൾ ശരിയാകുമെന്ന്. ആ ഗതികേടിലേക്ക് ആ പോലീസ് തന്നെ പോകരുത്. ഖാക്കി എന്ന് പറയുന്നത് മറ്റുള്ളവന്റെ മുതുകിൽ കയറാനുള്ള കയ്യൂക്കിനുള്ള ഒരു ലൈസൻസ് ആയിട്ട് ഇവിടെ ആരും കരുതുകയും വരുത്. കാരണം ഇവരെല്ലാം നിയന്ത്രിക്കാനായിട്ട് ഒരു സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളും എല്ലാം ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ഇത്തരം നടപടികളിലൂടെ തന്നെയായിരിക്കണം. കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾക്ക് കയറി ചെല്ലാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകരുത്. അവിടേക്ക് പരാതിപ്പെടാനായിട്ട് ഒരാൾക്ക് ഒരു നീതി നിഷേധം നടന്നിട്ടുണ്ടെങ്കിൽ, അവനൊരു പരാതി ഉണ്ടെങ്കിൽ സധൈര്യം അവിടേക്ക് ചെന്നുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനുള്ള ഒരിടം അവിടെ സൃഷ്ടിക്കുകയാണ് ഈ പോലീസ് സേനയുടെ ഒരു ഭാഗമെന്നെല്ലാം പറയുന്നത്. വെറുതെ ജനമൈത്രി എന്ന ആ പെയിന്റ് കൊണ്ട് എഴുതി വെച്ചതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. സാധാരണക്കാർക്ക് അവിടെ ചെന്ന് കാര്യങ്ങൾ പറയാനുള്ള ഒരിടമാക്കി അതിനെ മാറ്റിയെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് തന്നെ നടപടി ഉണ്ടാകണം. ഇപ്പോൾ അത് ഉണ്ടാകുന്നില്ല. നമ്മളെല്ലാവരെയും ഈ പ്രതാപേന്ദ്രന്മാരായിട്ട് കാണുന്നൊന്നുമില്ല. നല്ല രീതിയിൽ പെരുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, സാധാരണ പോലീസുകാരുണ്ട്, അങ്ങനെ എല്ലാവരും തന്നെയുണ്ട്. അവരെ ഒന്നും മറന്നുകൊണ്ടുമല്ല സംസാരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരാൾ മതി, ഇടയ്ക്ക് കയറുന്ന ഒരാൾ മതി മുഴുവൻ സേനയുടെയും ആത്മവീര്യം കെടുത്താനായിട്ട്. ഇപ്പോൾ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും നിർവചനങ്ങളും എല്ലാം ഈ സംഭവത്തെ കുറിച്ചുണ്ടാകുന്നത്. ബെഞ്ചോയുടെ പേരിൽ നേരത്തെ പരാതി ഉണ്ടായിരുന്നു, കേസുണ്ടായിരുന്നു എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. അയാൾക്കെതിരെയും മറ്റു കേസുകളും ചുമത്തപ്പെട്ടിട്ടുണ്ട് എന്നതെല്ലാം തന്നെ പറയുന്നു. പക്ഷെ അപ്പോഴും ചോദിക്കുന്നത് ഇങ്ങനെയാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ്. ഒരു സ്ത്രീയോട്, ഗർഭിണിയായ ഒരു സ്ത്രീയോട് ഈ രീതിയിൽ പെരുമാറുന്നൊരവസ്ഥ, അവരെ കരണത്തടിക്കുന്നത് കണ്ടിട്ട് കാല് പിടിക്കാൻ തയ്യാറാവുന്ന ഒരു ഭർത്താവിൻ്റെ അയാളുടെ ഒരു മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കട്ടോ. ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ മറ്റെല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞ് കാലു പിടിക്കേണ്ടി വരുന്നൊരു മനുഷ്യൻ ഈ കേരളത്തിൽ തന്നെയാണ് ഉണ്ടായത്. അത് തെളിയിക്കാനായിട്ട് CCTV ദൃശ്യങ്ങളടക്കം വേണ്ടി വന്നു. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ 3-ാം മണിക്കൂറിൽ നടപടിയെടുത്തുവെന്ന് അവകാശപ്പെടുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം പ്രതാപചന്ദ്രൻ